അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1265, സൂറത്തുൽ അംഫാൽ 45 മുതൽ 47 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها الذين آمنوا സത്യവിശ്വാസികളെ, إذا لقيتم فئة, നിങ്ങൾ ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ, യുദ്ധമുഖത്ത് മുഖാമുഖം കണ്ടുമുട്ടിയാൽ, ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം, വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുകയും ദിക്ർ ചൊല്ലുകയും വേണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. വഅതിഉല്ലാഹ വറസൂലഹു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ രേഖപ്പെടുത്തിയത്. വഅതിഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ തർക്കിക്കരുത്, തമ്മിൽ ഭിന്നതയിലാവരുത്. ഫതഫ്ശലു, അങ്ങനെ വന്നാൽ നിങ്ങൾ ഭീരുക്കളായി പോകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോവുകയും ചെയ്യും. കാറ്റ് പോവുക എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയുന്നതാണ്, നിങ്ങളുടെ ശക്തി ക്ഷയിക്കും എന്നാണ് അർത്ഥം. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, നിശ്ചയം അല്ലാഹുവിന്റെ സഹായം ക്ഷമാശീലരോടൊപ്പമാണ്. വലാ തകൂനു, നിങ്ങൾ ആവരുത് കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ ആവരുത്. ബഖറൻ, അഹങ്കാരമായ നിലക്ക് വരിആ അന്നാസി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും പുറപ്പെട്ടവരെ പോലെ ആവരുത്. വയസുദ്ദൂന അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുന്നവരുമായ നിലക്കാണ് അവർ പുറപ്പെട്ടത്. അങ്ങനെയുള്ള ആളുകളെപ്പോലെ നിങ്ങൾ ആവരുത്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം വിശദമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. കഴിഞ്ഞ കുറെ ആയത്തുകളിൽ ബദറിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത വിവിധ അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുകയായിരുന്നുവല്ലോ. ആ അനുഗ്രഹങ്ങളെ ഉണർത്തിയതിനു ശേഷം അല്ലാഹു തആല ശത്രുക്കളെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങളിലുണ്ടാവേണ്ട പെരുമാറ്റച്ചട്ടം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നൊരു സംഘവുമായി മുഖാമുഖം യുദ്ധത്തിന്റെ വക്കിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് രണ്ടു മര്യാദയുണ്ടാവണം എന്നാണ് അല്ലാഹു പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സ്ഥിരത വേണം. അതായത് മരിച്ചാലും ഞാൻ യുദ്ധമുഖത്ത് നിന്ന് പുറകോട്ട് മാറില്ല, ഞാൻ പിന്തിരിഞ്ഞോടില്ല, ഞാൻ ഭീരുവാവില്ല, ധൈര്യസമേതം ഈ യുദ്ധരംഗത്ത് മുന്നോട്ടു പോകുന്ന ശൈലി ഞാൻ സ്വീകരിക്കും എന്ന നിലപാട് നിങ്ങൾക്കുണ്ടാവണം. ഒരിക്കലും നിങ്ങളുടെ മനസ്സിന്റെ അന്തരാളത്തിൽ എപ്പോഴെങ്കിലും അനുകൂലമല്ല സ്ഥിതി എന്ന് തോന്നിയാൽ ഓടി രക്ഷപ്പെട്ട് തടി സലാമത്താക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാനേ പാടില്ല. ഞാനിവിടെ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടാലും ധൈര്യത്തോടുകൂടെ സ്ഥിരതയോടുകൂടെ ഞാൻ ഈ യുദ്ധരംഗത്ത് ശത്രുവിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനം നിരന്തരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തത്, അത്തരത്തിലുള്ളൊരു ധൈര്യവും സ്ഥൈര്യവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ അല്ലാഹുവിന് നിങ്ങൾ ധാരാളമായി ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം. ധാരാളമായി ദിക്റുകൾ ചൊല്ലണം. കാരണം ദിക്റുകൾ എന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ രക്ഷാകവചമാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദിക്റുകളെ കുറിച്ചും പറഞ്ഞില്ലേ. രാവിലെ ചെല്ലേണ്ട ദിക്ർ, വൈകുന്നേരം ചെല്ലേണ്ട ദിക്ർ എന്നൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദിക്റുകൾ പഠിപ്പിച്ചില്ലേ.
എന്നിട്ട് നബിതങ്ങൾ അതിന്റെയൊക്കെ ഫലമായിട്ട് പറഞ്ഞത് എന്താ? രാവിലെ ഇത് ചൊല്ലിയാൽ വൈകുന്നേരം വരേക്കുള്ള സുരക്ഷിതത്വത്തിന് അത് മതി, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയൊക്കെ സുരക്ഷിതത്വത്തിന് അത് മതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ദൈവികമായ സേഫ്റ്റി നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സെൽഫ് കോൺഫിഡൻസ് സജീവമാക്കാൻ സഹായകമായിട്ടുള്ള ഒരു ആത്മീയ വഴിയാണ് അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദിക്റുകൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ യുദ്ധമുഖത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും നമുക്കുള്ള നിർദ്ദേശം അത് തന്നെയല്ലേ? ഫദ്കുറുല്ലാഹ കസീറൻ, ധാരാളമായി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലണം എന്ന് പൊതുവായി നമുക്ക് നിർദ്ദേശമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ഉപദേശം ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞല്ലോ ഒരിക്കൽ, നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് പച്ചപ്പുള്ളതാവട്ടെ എന്ന്. അതായത് നാവ് ഉണങ്ങിപ്പോകാതെ എപ്പോഴും ദിക്റിന്റെ പച്ചപ്പ് നിന്റെ നാവിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്ന സാഹചര്യം അതുണ്ടാകണമെന്നാണ്. പ്രത്യേകിച്ചും ചില സന്ദർഭങ്ങളിൽ ചില ദിക്റുകൾക്ക് പ്രത്യേക പ്രാധാന്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ടെൻഷൻ, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്ന സമയത്ത് ദുആഉൽ കർബ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇതാണ് ആ ദുആഉൽ കർബ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം ഇതിന് ദുആയൊന്നുമില്ലല്ലോ. കാരണം നമ്മളെ കണക്കൂട്ടലനുസരിച്ച് ദുആ ആവണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ എട്ടെ എന്നുള്ളത് തരട്ടെ, അല്ലെങ്കിൽ ശത്രുവിന് അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ, നമ്മൾ അല്ലാഹു തആല സഹായിക്കട്ടെ, ഇങ്ങനെ കുറെ ടേ ഉണ്ടായാൽ മാത്രമേ ദുആയാവൂ എന്ന് മനസ്സിലാക്കണ്ട. മറിച്ച് ഈ ദിക്റിന്റെ ഉള്ളിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അതെന്താ? അല്ലാഹു ആകുന്ന യജമാനന്റെ മഹത്വം പ്രഖ്യാപിക്കുക വഴി അടിമയായ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നീ എനിക്ക് എത്തിച്ചു തരണം, കുറവുകൾ നീ പരിഹരിക്കണം, അതേപോലെ തന്നെ പ്രയാസങ്ങൾ തീർത്തു തരണം, ഭയാശങ്കകളിൽ നിന്ന് മുക്തിക്കാവശ്യമായിട്ടുള്ള സംവിധാനം നീ ചെയ്തു തരണം. ഇതൊക്കെ അതിന്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ദുആഉൽ കർബ്, എടങ്ങേറിന്റെ സമയത്ത് ചെല്ലേണ്ട ദുആയാണ് എടങ്ങേറ് നീങ്ങാൻ എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ മാഹാത്മ്യങ്ങൾ നമ്മളിങ്ങനെ നിരന്തരം ഉരുവിടുമ്പോ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുകയാണ്. എന്ത്? എന്റെ ദിക്ർ കൊണ്ടൊരാൾ ജോലിയായിട്ട് അവൻ എന്നോട് വല്ലതും ചോദിക്കാൻ മറന്നുപോയാൽ, അല്ലെങ്കിൽ അവന് സമയം കിട്ടാതെ വന്നാൽ, അവന് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ സമ്മാനം ഞാൻ നൽകും. അപ്പൊ നമ്മൾ ദിക്ർ ധാരാളമായി ചൊല്ലിയപ്പോ നമുക്ക് ദ്വാരക്കാൻ നേരം കിട്ടിയില്ല. ദിക്ർ പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതും അവന്റെ മഹത്വം പ്രകീർത്തനം ചെയ്യുന്നതുമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് എന്തിന് നേരം കിട്ടിയില്ല? ദ്വാരക്കാൻ നേരം കിട്ടിയില്ല വെച്ചാൽ എന്ത് ദ്വാരക്കാരന? പഠിച്ചോനെ അങ്ങനെ തരണം, ഇങ്ങനെ തരണം, എനിക്ക് ആ ആവശ്യമുണ്ട്, ഈ ആവശ്യമുണ്ട്, ഈ ഇടങ്ങേറ് നീക്കണം, ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ വിട്ടുപോയത് എന്തുകൊണ്ടാ? വിട്ടുപോയത് ദിക്റിൽ മുഴുകിയതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകി, അഥവാ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യും വിധത്തിലുള്ള ദിക്റുകളിൽ നിരന്തരം അവൻ മുന്നോട്ട് പോയിട്ടാണെങ്കിൽ ദ്വാർന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു തആല ചോദിക്കാത്ത ഈ അടിമക്ക് കൊടുക്കും. കാരണം എന്താ? അവൻ ചോദിക്കാൻ വിട്ടുപോയത് ചോദിക്കൂല എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അതിലും വലിയൊരു സംഗതിയായിട്ട് അവന്റെ ജീവിതം കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പൊ അതാണ് ദിക്റിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ 2 മര്യാദകൾ പാലിക്കണം എന്നാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. ഒന്ന്, സ്ഥിരത വേണം, ഉറച്ചു നിൽക്കണം. ഒരിക്കലും നമ്മൾ മനസ്സിൽ മിന്നി മറയാൻ പോലും പാടില്ല. പഠിച്ചോനെ ഞാൻ എന്തായാലും സംഗതി അനുകൂല അല്ലെങ്കിൽ ഓടി തടി സലാമത്താക്കാൻ എന്താ വകുപ്പ് എന്ന് നോക്കണം എന്നൊരിക്കലും തന്നെ നമ്മളെ മനസ്സ് മന്ത്രിക്കാൻ പോലും പാടില്ല. മരണം വരെ ഞാനിവിടെ ഉറച്ചു നിൽക്കുമെന്ന തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മഹാന്മാരായ സഹാബത്ത് ആ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണെന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാമല്ലോ. മഹാന്മാര് പറഞ്ഞില്ലേ, അയ്യദദ്ദീന ബിഖൗമിൻ ഖാദത്തിൻ വസാദത്തി ഹാജറു വജാഹദു വനസറു ലിൽ മില്ലത്തി ഹും ഖുലൂഉൻ വഖുശൂഉൻ ഫീ മഹാരിബിൽ ലഹും ഹും ഉസൂദുൻ വവഫൂദുൻ
ഫീ മജാലിൽ ഗസ്വതി. അയ്യദീന, ഈ ദീനിനെ അല്ലാഹു തആല ശക്തിപ്പെടുത്തി. ബിഖൗമിൻ ഖാദത്തിൻ വസാദ, ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയുള്ളവരും അതേപോലെ തന്നെ നായകരാകാൻ യോഗ്യരായിട്ടുള്ള മഹാന്മാരെ കൊണ്ടൊരു സമൂഹത്തെ കൊണ്ട് അല്ലാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തി. ആ യോഗ്യതയുള്ള ആളുകളുടെ യോഗ്യതയുടെ മാനദണ്ഡം എന്തായിരുന്നു? ഹാജറു, അവർ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഹിജറ പോകാൻ, പലായനം ചെയ്യാൻ റെഡിയായി. അതോടൊപ്പം തന്നെ വജാഹദു, ശത്രുവുമായി കണ്ടുമുട്ടേണ്ട ഘട്ടങ്ങളുണ്ടായപ്പോൾ യാതൊരു മടിയും കാണിക്കാതെ യുദ്ധരംഗത്ത്, സമരമുഖത്ത് ഉറച്ചു നിൽക്കാൻ അവർ തയ്യാറായി. വനാസറു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വെറും കൈയോടുകൂടെ വന്ന മഹാന്മാരായ മുഹാജിറുകളാകുന്ന സഹാബത്തിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ജീവിതകാലം മുഴുവനും ഇവർ ഞങ്ങൾക്കൊരു ബാധ്യതയാകുമെന്ന് അറിഞ്ഞിട്ടും അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും, ഞങ്ങളാലാവുന്ന എല്ലാ സഹായവും അവർക്ക് ചെയ്യും എന്ന് ചിന്തിച്ച മദീനക്കാരായ അൽ അൻസാർ എന്ന മഹത്തായ സ്ഥാനമുള്ള സഹാബികൾ, അവർ അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചു, ദീനിനു വേണ്ടി ജിഹാദ് ചെയ്തു, ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഹിജറ പോയി. ആ ആളുകളെ കൊണ്ടാണ് അല്ലാഹു തആല ഈ ദീനിനെ ശക്തിപ്പെടുത്തിയത്. ആ മഹാന്മാരുടെ പ്രത്യേകത എന്താ? ഹും ഖുലൂഉൻ വ ഖുശൂഉൻ ഫീ മഹാരിബില്ലഹും, അവരുടെ ആരാധനാ മണ്ഡപങ്ങളിൽ അവർ അങ്ങേയറ്റം താഴ്മയുള്ളവരാണ്. യജമാനനായ റബ്ബിന്റെ വിനീത വിധേയരായ അടിമകൾ എന്ന നിലക്ക് വളരെ താഴ്മയോടുകൂടെയാണ് അവർ നിസ്കരിക്കുന്നത്, അവർ സുജൂദ് ചെയ്യുന്നത്, മറ്റ് ഇബാദത്തുകൾ എടുക്കുന്നത്. അതെല്ലാം വളരെ താഴ്മയോടെയാണ്. കാരണം യജമാനനായ റബ്ബിനു വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്, ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ. അതേസമയത്ത് ഹും ഉസൂദുൻ വ വഫൂദുൻ ഫീ മജാലിൽ ഗസ്വതി, യുദ്ധരംഗങ്ങളിൽ ശത്രുവിന്റെ മുന്നിൽ എത്തിപ്പെടുമ്പോ ഈറ്റപ്പുലികളെപ്പോലെ, അതിശക്തരായ സിംഹങ്ങളെപ്പോലെ ചാടി വീഴാനും അവർക്ക് നേരെ അതിശക്തമായ വിധത്തിൽ പ്രതികരിക്കാനും സാധിക്കുന്ന ധൈര്യശാലികളായിരുന്നു അവർ. ആ മഹാന്മാരെ കൊണ്ടാണ് അല്ലാഹു തആല ഈ ദീനിനെ ശക്തിപ്പെടുത്തിയത്. അപ്പൊ സഹാബത്തിനോട് അല്ലാഹു തആല നിങ്ങൾ സ്ഥിരത കാണിക്കണമെന്ന് പറഞ്ഞു. ആ മഹാന്മാരത് കൃത്യമായി നിലനിർത്തി. ഒരിക്കലും തന്നെ ഭീരുത്വം അവരുടെ ജീവിതത്തിലോ അവരുടെ അജണ്ടയിലോ ഉണ്ടായില്ല. അതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ, ഒരു ശത്രു സംഘത്തെ നിങ്ങൾ യുദ്ധമുഖത്ത് കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവരുത്, ഓടിപ്പോയാലോ എന്ന് ചിന്തിക്കരുത്. മറിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രേരകമായ ആത്മീയമായ റൂട്ടാണ് വദ്കുറുല്ലാഹ കസീറ. ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, അവന്റെ ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവാൻ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു കസീർ തന്റെ തഫ്സീറിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്. ശത്രുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് മുഅ്മിനീങ്ങളായ അടിമകൾക്കുണ്ടാവേണ്ട മര്യാദ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്താണത്? ധീരതയുടെ റൂട്ടായിരിക്കണം ശത്രുവിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാവേണ്ടത്. ഭീരുത്വത്തിന്റെ ശൈലിയും സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്ന്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നബി തങ്ങൾ അവരിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുത്തുനബി ദുആ ചെയ്തു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ലാ തതമന്നൗ ലിഖാഅൽ അദുവി, ശത്രുവിനെ കണ്ടുമുട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എങ്ങനെങ്കിലും ഒരു യുദ്ധം നടന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കണ്ട. അതേസമയത്ത് വസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് നിങ്ങൾ സൗഖ്യം ചോദിക്കണം. അതേസമയത്ത് ഫൈദാ ലഖീതുമൂഹും, അവർ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, യുദ്ധമുഖത്തേക്ക് നിങ്ങൾ എടുത്തെറിയപ്പെട്ടാൽ പിന്നെ ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, ഉറച്ചു നിൽക്കണം. വഅലമു അന്നൽ ജന്നത തഹ്ത ളിലാലി സുയൂഫ്, വാളുകളുടെ തണലിന് കീഴിലാണ് സ്വർഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാൽ പിന്നെ അവിടെ ധൈര്യസമേതം ഉറച്ചു നിൽക്കുകയല്ലാതെ ഭീരുവിന്റെ ശൈലി സ്വീകരിച്ച് പിന്തിരിഞ്ഞോടുന്ന സ്വഭാവം ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് എഴുന്നേറ്റു എന്നിട്ട് വഖാൽ, തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മുനസ്സിലൽ കിതാബി വമുജ്രിയ സഹാബി വഹാസിമിൽ അഹ്സാബി യഹ്സിംഹും വൻസുർനാ അലൈഹിം. ഓ അല്ലാഹുവേ, ഗ്രന്ഥം അവതരിപ്പിക്കുന്ന അല്ലാഹുവേ, മേഘങ്ങളെ ചലിപ്പിക്കുന്ന അല്ലാഹുവേ, സൈന്യങ്ങളെ ഓടിക്കുന്ന അല്ലാഹുവേ,
ഞങ്ങളുടെ ശത്രുക്കളെ നീ ഓടിക്കണമേ, അവർക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് മുത്തുനബി ദുആർന്നു. ദുപദിക്കറിന്റെ പരിചയപ്പെട്ട സംഗതി തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ആ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. നമ്മൾ മറ്റു സംഭവങ്ങളിൽ നിന്നൊക്കെ, സംസാരങ്ങളിൽ നിന്നെല്ലാം മൗനം പാലിക്കുകയും എന്നിട്ട് യഥാർത്ഥ വിഷയത്തിലേക്ക് വരികയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളുണ്ട്. അതേതാ? നബിതങ്ങളിൽ നിന്ന് സെയ്ദ് ബിൻ അർഖം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, എന്ത്? ഇന്നല്ലാഹ യുഹിബ്ബു സുംത ഇൻദ സലാസിൻ, 3 ഘട്ടങ്ങളിൽ മൗനം പാലിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടാണ്. ഒന്ന്, ഇൻദ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന സമയത്ത്. അപ്പൊ മൗനം പാലിക്കാരന ഖുർആനോത്തല്ലാത്ത മറ്റു വർത്താനങ്ങളിലേക്ക് പോകാണ്ടൊക്കെയാണ്. വൈന്ദ ദഹ്ഫി, അതേപോലെ തന്നെ യുദ്ധം ശക്തമായി കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത്. വൈന്ദൽ ജനാസ, മയ്യത്തിന്റെ അടുത്തും, മയ്യത്ത് കട്ടിലിൽ വെക്കുന്ന അവസ്ഥക്കാ ജനാസ എന്ന് പറയാം. അപ്പൊ അവിടങ്ങൾ എന്ത് ചെയ്യണം? അവിടങ്ങൾ മൗനം പാലിക്കണം. വെച്ചാൽ ദിക്ർ കൊണ്ട് ജോലിയാവണം, അല്ലാതെ മറ്റു വർത്താനങ്ങൾ ഉണ്ടാവരുത്. മയ്യത്തിന്റെ അവിടെ മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതെ നടക്കുക എന്നല്ല, മറിച്ച് പതുക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ടു പോകണം. മറ്റു സംസാരങ്ങളും ബഹളമയമായ അന്തരീക്ഷങ്ങളും ഉണ്ടാക്കരുത്. അതേപോലെ തന്നെയാണ് യുദ്ധരംഗത്ത്. അവിടെ മൗനം വേണമെന്നപ്പോ പറഞ്ഞത്. ഖുർആനിൽ അല്ലാഹു തആല ദിക്ർ ചൊല്ലണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ദിക്ർ ചൊല്ലണം അവിടെ എന്ന് പറഞ്ഞാൽ മറ്റു സംസാരങ്ങളിൽ നിന്ന് മുഴുവനും മാറി നിൽക്കണം. ഖുർആൻ ഓതുമ്പോ ആ ഖുർആനോത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, മറ്റു വർത്തമാനങ്ങളിലേക്ക് പോകരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിർദ്ദേശം. നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദിക്റും അതേപോലെ തന്നെ അവനോട് സഹായം തേടലും. ഇതിൽ നിന്നൊന്നും തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് യുദ്ധമെടുത്ത് ശത്രുക്കളുമായി പോരാടുന്ന സമയം. ആ സമയത്തും അള്ളാഹുവിന്റെ ദിക്ർ അനിവാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദിക്ർ യുദ്ധത്തിന്റെ രംഗത്തും മറ്റും അത് ഉറക്കെ ചൊല്ലുന്നതിന് പകരം അവനവന്റെ മനസ്സിലും അതേപോലെ തന്നെ അവനവൻ കേൾക്കുന്ന വിധത്തിലും ചൊല്ലുക എന്നാണോ വേണ്ടത്? അതല്ല, ഉറക്കെ തന്നെ ദിക്ർ ചൊല്ലി ശത്രുവിനെ അമ്പരപ്പിക്കുന്ന ശൈലി സ്വീകരിക്കണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട്. എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇൻസാത്ത്, അതായത് മൗനം പാലിച്ചുകൊണ്ട് ആണ് നിൽക്കേണ്ടത് എന്ന്, അതായത് മനസ്സിൽ ദിക്ർ ചൊല്ലിക്കൊണ്ട് പതുക്കെ നാവുകൊണ്ട് ചൊല്ലിക്കൊണ്ടാണ് വേണ്ടത് എന്ന് അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്താ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ. എന്നിട്ട് ഈ ആയത്തും ബഹുമാനപ്പെട്ടവർ ഓതി എന്ന് പറഞ്ഞിട്ട് ഇബ്നു കസീർ പറയാണ്, യജ്ഹറൂന ബിദ്ദിക്രി, ദിക്ർ അവർ ഉറക്കെ ചെല്ലണം ആ സമയത്ത്. കാരണം മുസ്ലിമീങ്ങൾ ആ സമയത്ത് ദിക്ർ ഉറക്കെ ചെല്ലുമ്പോൾ ശത്രുവിനത് വല്ലാത്ത അസ്വസ്ഥതയും അരോചകമായ സാഹചര്യവും ഉണ്ടാക്കും. യുദ്ധകളത്തിൽ അവർക്കുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയായിട്ടത് മാറുമെന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് യുദ്ധരംഗത്ത് നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ ദിക്ർ ധാരാളമായി ചൊല്ലുകയും വേണം. എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു തആല വിജയം തരും എന്നത് ഉറപ്പാണ് എന്നർത്ഥം. വഅതിഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ പരസ്പരം തർക്കിക്കരുത്. അനാവശ്യമായ ഭിന്നിപ്പുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത്. അള്ളയും റസൂലും കൽപ്പിക്കുന്നത് എന്താണോ അത് പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്കിടയിൽ അനാവശ്യ തർക്കങ്ങളും ഭിന്നിപ്പും ഉണ്ടാക്കരുത്. ഭിന്നിപ്പുണ്ടായാൽ, അനാവശ്യ തർക്കങ്ങൾ ഉണ്ടായാൽ എന്താ? ഫതഫ്ശലു, നിങ്ങൾ ഭീരുക്കളായി പോകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോവുകയും ചെയ്യും. കാറ്റ് പോവുക വെച്ചാൽ നിങ്ങളുടെ ശക്തി ക്ഷയിക്കും. കാരണം ഒരേ മനസ്സോടെ ഒരേ നിലപാടോടുകൂടെ മുന്നോട്ട് പോകുന്നതിനാണ് ശക്തി. അപ്പൊ അതിനു പകരം നിങ്ങൾ പരസ്പരം ഭിന്നിച്ചാൽ, നിങ്ങൾ പരസ്പരം തർക്കത്തിലായാൽ, ആ തർക്കത്തിലാവുന്ന നിങ്ങൾക്ക് ധൈര്യം ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുണ്ടാകരുത്. നിങ്ങൾ വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അപ്പൊ യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അല്ലാഹു തആല അവൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്നർത്ഥം. വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ്, ജനങ്ങളെ കാണിക്കാനും അഹങ്കാരം കാണിച്ചുകൊണ്ടും വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ നിങ്ങളാവരുത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുന്നവരായ നിലക്കും വീട്ടിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ നിങ്ങളാവരുത്. അത് അബൂജഹൽ പ്രഭൃതികൾ ബദറിലേക്ക് വന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതായത് വാസ്തവത്തിൽ അവർ പുറപ്പെട്ടത് എന്തിനാ? അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ സംരക്ഷിക്കാനല്ലേ, അവരെ പ്രതിരോധിക്കാനല്ലേ ആണ്.
പക്ഷെ അബൂ ജഹലും ടീമും പുറപ്പെട്ട് ജുഹ്ഫയിലെത്തിയപ്പോ, ബദറിന്റെ മുമ്പുള്ള ആ ഒരു ടൗണാണ് ബദർ ജുഹ്ഫ. ആ ജുഹ്ഫയിലെത്തിയപ്പോഴേക്ക് അബൂ സുഫിയാന്റെ പ്രതിനിധി വന്നുകൊണ്ട് നമ്മുടെ സംഘം രക്ഷപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി തിരിച്ചു പോരണം, ശത്രുവിനെ പ്രതീക്ഷിച്ചു പോകേണ്ടതില്ല എന്ന് അബൂജഹലിനോട് അറിയിച്ചപ്പോൾ അബൂജഹൽ അവിടെ വെച്ച് അഹങ്കാരത്തോടുകൂടെ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ എന്താ? ഒരിക്കലും ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവില്ല, മറിച്ച് ഞങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടും. ലാ നർജിഉ ഹത്താ നശ്റബൽ ഖംറ വനൻഹറൽ ജസൂറ വതളിബ അലൈനൽ ഖിയാൻ ബിബദർ. ഞങ്ങൾ ബദറിലെത്തി, അവിടുന്ന് കള്ളു കുടിച്ചും അതേപോലെ ഒട്ടകങ്ങൾ അടുത്ത് ഭക്ഷിച്ചും ഞങ്ങൾക്ക് വേണ്ടി രാഗം മണിച്ചു പാട്ടുപാടുന്ന സ്ത്രീകൾ പാട്ടുപാടിക്കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചും ആ നിൽക്കാതെ ബദർ ഞങ്ങൾ തിരിച്ചു പോരൂല. അങ്ങനെ ഞങ്ങൾ ശത്രുവിനെ കാത്തുനിന്ന രംഗം, ആ ഒരു അവസ്ഥ ജനങ്ങളെല്ലാം കേട്ട് അറബികൾക്കിടയിൽ അല്ലെങ്കിൽ ലോകത്തിനിടയിൽ ഞങ്ങൾക്കൊരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവണം എന്നായിരുന്നു അബൂജഹൽ എന്ന് പറഞ്ഞത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രശസ്തിയും പേരും ഒന്നല്ല ഉണ്ടാക്കിയത്, കടുത്ത അപമാനമാണ് നൽകിയത്. അതുകൊണ്ട് ശത്രുവിനെ പോലെ നിങ്ങൾ അഹങ്കാരികളായി, അതേപോലെ തന്നെ ജനങ്ങളെ കാണിക്കാൻ അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലെ ആകരുത്. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയല്ലാതെ മറ്റൊന്നും ഈ യുദ്ധമുഖത്ത് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു തആല എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു തആല വിശദമായി അറിയുന്നവനാണ്. അപ്പൊ ഇത്തരം അഹങ്കാരത്തിന്റെ ശൈലിയൊക്കെയാണ് അബൂജഹൽ പറഞ്ഞത്. അതിനുള്ള കൃത്യമായ തിരിച്ചടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അങ്ങനെ യുദ്ധക്കളത്തിൽ നിന്ന് ശത്രുവിന്റെ മുന്നിൽ അഭിമാനം പ്രഖ്യാപിച്ച് ലോകത്തിന്റെ മുന്നിൽ അവരുടെ പേരുയർത്തിയിട്ട് അഭിമാനത്തോടെ തിരിച്ചു പോകാമെന്ന് പ്രതീക്ഷിച്ച അബൂജഹൽ കമ്പനിക്ക് പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കലീബ് പൊട്ടക്കിണറിൽ കടന്ന് അതിദയനീയമായി നശിക്കേണ്ട, ദ്രവിച്ചു പോകേണ്ട ദുരന്തമാണ് നൽകിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണോ, നമ്മൾ ക്ഷമിക്കണം, അള്ളാഹുവിന് ദിക്ർ വർദ്ധിപ്പിക്കണം, ആത്മാർത്ഥത കൈമുതലാക്കണം. ഒരിക്കലും ഒരു പ്രവർത്തനത്തിലും ആളുകളെ കാണിക്കുക എന്നതോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടുക എന്നതോ അത് നമ്മുടെ അജണ്ടയിലേ വരാൻ പാടില്ല എന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. ഇത് യുദ്ധരംഗത്ത് മാത്രമല്ല, നിത്യജീവിതത്തിലെ ഏത് അമലിന്റെ രംഗത്തും ഇത്തരമൊരു പെരുമാറ്റച്ചട്ടം തന്നെയാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മൾ നടപ്പാക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.